Hello dears, shall we read today's question? Question number 1. What happens to a plant if you forget to water it? നിങ്ങൾ വെള്ളമൊഴിക്കാൻ മറന്നു പോയാൽ ചെടിക്ക് എന്ത് സംഭവിക്കും? It will grow faster. അത് വേഗത്തിൽ വളരും. It will stay the same. അത് അതേപോലെ തന്നെ നിൽക്കും. It will get wilt. അത് വാടും. It will get bigger leaves. അതിന് വലിയ ലീവ്സ് വരും. ഏതാ കറക്റ്റ്? It will wilt. അത് വാടാൻ സാധ്യതയുണ്ട്. ഇഫ് യു ഡ്രോപ്പ് എ ബോൾ ഫ്രം ഹൈ പ്ലേസ്, നിങ്ങൾ ഉയർന്ന സ്ഥലത്തു നിന്ന് ഒരു ബോൾ താഴെ ഇട്ടാൽ വാട്ട് വിൽ ഹാപ്പൻ? വാട്ട് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ദ ബോൾ വിൽ ഫ്ലോട്ട് ഇൻ ദ എയർ. അത് താഴോട്ട് പോവാതെ എയറിൽ തന്നെ അവിടെ നിൽക്കാൻ സാധ്യതയുണ്ട്. ദ ബോൾ വിൽ ബൗൺസ്. താഴെ തട്ടിയിട്ട് പൊങ്ങി വരാൻ സാധ്യതയുണ്ട്, ബൗൺസ് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്. ദ ബോൾ വിൽ ഡിസപ്പിയർ. ബോൾ ഡിസപ്പിയർ ചെയ്യാൻ സാധ്യതയുണ്ട്. ദ ബോൾ വിൽ ടേൺ ഇൻ ടു വാട്ടർ. ബോൾ വെള്ളമായി മാറാൻ സാധ്യതയുണ്ട്. ഏതാ കറക്റ്റ്? ദ ബോൾ വിൽ ബൗൺസ്. ബോൾ ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ? വാട്ട് ഷുഡ് യു ഡു ടു ഫൈൻഡ് ഔട്ട് ഇഫ് എ സീഡ് വിൽ ഗ്രോ? ഒരു വിത്ത് വളരോ ഇല്ലയോ എന്ന് മനസ്സിലാവാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കീപ്പ് ഇറ്റ് ഇൻ ഡ്രോയർ. അത് നമ്മുടെ മേശയിൽ വെക്കുക. വാട്ടർ ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ സൺലൈറ്റ്. അതിന് ശേഷം വെള്ളം ഇട്ടിച്ചിട്ട് സൺലൈറ്റിൽ കൊണ്ടുവെക്കുക. പ്ലേസ് ഇറ്റ് ഓൺ എ ഷെൽഫ്. അത് ഷെൽഫിൽ വെക്കുക. ഹൈഡ് ഇറ്റ് അണ്ടർ ദ ബെഡ്. ബെഡിൻ്റെ അടിയിൽ വെക്കുക. ഏതാണ്? വാട്ടർ ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ സൺലൈറ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡസ് എ പ്ലാന്റ് ഗ്രോ ഫാസ്റ്റർ വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ സൺലൈറ്റ്? സൂര്യപ്രകാശത്തിന് താഴെ വെച്ചാൽ എന്തുകൊണ്ടാണ് ഒരു ചെടി വേഗത്തിൽ വളരുന്നത്? ബിക്കോസ് ഇറ്റ് ഗെറ്റ്സ് ടു പ്ലേ വിത്ത് അതർ പ്ലാന്റ്സ്. മറ്റ് ചെടികളെ കൂടെ കളിക്കാൻ. ബിക്കോസ് ഇറ്റ് ഗെറ്റ് മോർ ലൈറ്റ് ടു ഹെൽപ്പ് ഇറ്റ് ഗ്രോ. അതിന് കൂടുതൽ ലൈറ്റ് കിട്ടുകയും അതിനെ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. ബിക്കോസ് ഇറ്റ് ഗെറ്റ് കോൾഡർ. അതിന് നല്ല തണുപ്പ് കിട്ടുന്നു. ബിക്കോസ് ഇറ്റ് ഗെറ്റ് ലെസ് വാട്ടർ. അതിന് കുറച്ച് വെള്ളം കിട്ടുന്നു. ഏതാ കറക്റ്റ്? ബിക്കോസ് ഇറ്റ് ഗെറ്റ് മോർ ലൈറ്റ് ടു ഹെൽപ്പ് ഇറ്റ് ഗ്രോ അല്ലേ? നെക്സ്റ്റ്, ഷുഡ് യു ഡു ഇഫ് യു വാണ്ട് ടു നോ ഇഫ് എ ടോയ് കാർ മൂവ്സ് ഫാസ്റ്റർ ഓൺ എ സ്മൂത്ത് ഓർ റഫ് സർഫസ്? ഒരു ടോയ് കാർ അത് ഏതിലൂടെയാണ് സ്പീഡിൽ പോകാമെന്ന് കണ്ടുപിടിക്കണം. സ്മൂത്ത് ആണോ റഫായ സർഫസിലാണോ? സ്മൂത്ത് എന്ന് പറഞ്ഞാൽ നല്ല മിനുസമുള്ളത്, റഫ് എന്ന് പറഞ്ഞാൽ പരുവരുത്തത്. അപ്പോൾ എന്ത് ചെയ്യുക? പുട്ട് ഇറ്റ് ബോത്ത് സർഫസ് ആൻഡ് വാച്ച് വാട്ട് ഹാപ്പൻസ്. രണ്ട് സർഫസിലും വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു നോക്കുക. ക്ലോസ് യുവർ ഐസ് ആൻഡ് ഗസ്. കണ്ണടച്ചിട്ട് ഊഹിച്ച് നോക്കുക. ആസ്ക് എ ഫ്രണ്ട് ടു ടെൽ യു. ഒരു ഫ്രണ്ടിനോട് പോയി ചോദിക്കുക. ജസ്റ്റ് ഇമാജിൻ ഇറ്റ്. ഒന്ന് ഇമാജിൻ ചെയ്യുക, ഭാവനയിൽ കണ്ടുവെക്കുക. ഏതാ കറക്റ്റ്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് സംശയം തോന്നിയാൽ നമ്മളത് ചെയ്ത് നോക്കണം അല്ലേ? പുട്ട് ഇറ്റ് ഓൺ ബോത്ത് സർഫസ് ആൻഡ് വാച്ച് വാട്ട് ഹാപ്പൻസ്. നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻസ് വെൻ ഐസ് ഈസ് ലെഫ്റ്റ് ഓൺ സൺ? സൂര്യപ്രകാശത്തിന് താഴെ ഒരു ഐസ് കൊണ്ടുവച്ച് എന്ത് സംഭവിക്കും? ഇറ്റ് ടേൺസ് ഇൻ ടു എ ബലൂൺ. അത് ബലൂൺ ആവും. ഇറ്റ് മെൽറ്റ്സ് ഇൻ ടു വാട്ടർ. അത് വെള്ളമായി ഉരുകും. ഇറ്റ് ടേൺസ് ഇൻ ടു റോക്ക്. അത് റോക്കായി മാറും, പാറയായി മാറും. ഇറ്റ് ബിക്കംസ് എ ഫ്ലവർ. അതൊരു ഫ്ലവറായി മാറും. ഏതാ കറക്റ്റ്? ഇറ്റ് മെൽറ്റ്സ് ഇൻ ടു വാട്ടർ. അത് വെള്ളമായി ഉരുകും അല്ലേ? നെക്സ്റ്റ്, വാട്ട് ഈസ് എ ഗുഡ് വേ ടു സീ ഇഫ് ഡിഫറെൻറ്റ് കളേഴ്സ് മിക്സ് വെൽ ടുഗെദർ? പലതരം കളേഴ്സ് നമുക്കതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? പുട്ട് ദം ഇൻ എ ഡ്രോയർ. ഡ്രോയറിൽ കൊണ്ടുപോയി വെക്കുക. മിക്സ് ദം ഓൺ എ പേപ്പർ ഓർ ഇൻ വാട്ടർ. ഒരു പേപ്പറിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ മിക്സാക്കി നോക്കുക. ഹൈഡ് ദം ഇൻ എ ബോക്സ്. ഒരു ബോക്സിൽ ഒളിപ്പിച്ച് വെക്കുക. ലീവ് ദം അലോൺ. അതെവിടെങ്കിലും ഒറ്റയ്ക്ക് വെക്കുക. ഏതാ കറക്റ്റ്? മിക്സ് ദം ഓൺ എ പേപ്പർ ഓർ ഇൻ വാട്ടർ അല്ലേ? എന്നാലല്ലേ അത് മിക്സ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ്, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ തിങ്സ് വർക്ക് വെൻ യു ആർ ലേണിംഗ് സയൻസ്? ആണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. സോ യു ക്യാൻ ബിൽഡ് മോർ ടോയ്സ്. നിങ്ങൾക്ക് കുറേ ടോയ്സ് ഉണ്ടാക്കാൻ. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എക്സ്പ്ലോർ ഹൗ വേൾഡ് വർക്ക്സ്. ഈ ലോകത്ത് ഓരോ കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നറിയാൻ. സോ യു ക്യാൻ ഈറ്റ് മോർ സ്വീറ്റ്സ്. നിങ്ങൾക്ക് കുറേ സ്വീറ്റ്സ് കഴിക്കാൻ. സോ യു ക്യാൻ സ്ലീപ്പ് ബെറ്റർ. നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ. ഇതാ കറക്റ്റ്? സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്ലോർ ഹൗ ദ വേൾഡ് വർക്ക്സ്. നെക്സ്റ്റ്, what happen if you put ice in warm place? It will become hard as a rock. നിങ്ങൾ ചൂടുള്ള സ്ഥലത്ത് ഐസ് വെച്ചാൽ അത് ഹാർഡാവും, ഉറക്കും. ഇറ്റ് വിൽ സ്റ്റേ ദ സെയിം. അത് അതുപോലെ തന്നെ നിൽക്കും. ഇറ്റ് വിൽ മെൽറ്റ് ആൻഡ് ടേൺ ഇൻ ടു വാട്ടർ. അത് ഉരുകി വെള്ളമാകും. ഇറ്റ് വിൽ ഫ്ലോട്ട് ഇൻ എയർ. അത് എയറിൽ ഫ്ലോട്ട് ചെയ്യും. ഏതാ കറക്റ്റ്? ഇറ്റ് വിൽ മെൽറ്റ് ആൻഡ് ടേൺ ഇൻ ടു വാട്ടർ. അത് ഉരുകി വെള്ളമായി മാറും. നെക്സ്റ്റ്, വാട്ട് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ ഇഫ് യു മിക്സ്
റെഡ് ആൻഡ് ബ്ലൂ പെയിൻറ്റ്, റെഡും ബ്ലൂവും പെയിൻറ്റ് മിക്സ് ചെയ്താൽ എന്ത് സംഭവിക്കും? പെയിൻറ്റ് വിൽ ഡിസപ്പിയർ, പെയിൻറ്റ് കാണാതെയാവും. ദ പെയിൻറ്റ് വിൽ ടേൺ ഇൻ ടു ഗ്രീൻ, പെയിൻറ്റ് ഗ്രീൻ കളറാവും. ഇറ്റ് വിൽ ടേൺ ഇൻ ടു പേർപ്പിൾ, പേർപ്പിൾ ആവും. സ്റ്റേ സെയിം, സെയിം ആയി തന്നെ നിൽക്കും. ഏതാ കറക്റ്റ്? ആ റെഡും ബ്ലൂവും മിക്സ് ചെയ്താൽ വി വിൽ ഗെറ്റ് പേർപ്പിൾ. നെക്സ്റ്റ്, ഇഫ് യു ആഡ് ഷുഗർ ഇൻ ടു യർ ടീ വാട്ട് വിൽ ഇറ്റ് ടേസ്റ്റ് ലൈക്ക്? നിങ്ങൾ ഷുഗർ ടീയിൽ ആഡ് ചെയ്താൽ എന്താണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക? ഇറ്റ് വിൽ ടേസ്റ്റ് സോർ, ഇറ്റ് വിൽ ടേസ്റ്റ് സ്വീറ്റ്, ഇറ്റ് വിൽ ടേസ്റ്റ് സാൾട്ടി, ഇറ്റ് വിൽ ടേസ്റ്റ് ബിറ്റർ. സോർ എന്ന് പറഞ്ഞാൽ പുളി, സ്വീറ്റ് എന്ന് പറഞ്ഞാൽ മധുരം, സാൾട്ടി എന്ന് പറഞ്ഞാൽ ഉപ്പ്, ബിറ്റർ എന്ന് പറഞ്ഞാൽ കയ്പ്പ്. ഏതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക? അത് സ്വീറ്റ് ആവും അല്ലേ? ചായയിൽ പഞ്ചസാര ഇട്ടാൽ സ്വീറ്റ് ആകും. നെക്സ്റ്റ്, വൈ ഡസ് എ ബോൾ റോൾ ഡൗൺ എ ഹിൽ? ഒരു കുന്നിൻ ചെരുവൻ എന്തുകൊണ്ടാണ് ബോൾ താഴേക്ക് ഉരുണ്ടു പോകുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ഹെവിയർ അറ്റ് ദ ടോപ്പ്, മുകളിൽ നല്ലോണം ഭാരമുള്ളതുകൊണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് പുഷ്ഡ് ബൈ ദ വിൻഡ്, കാറ്റ് ഉന്തിക്കൊണ്ടിരുന്നതുകൊണ്ട്. ബിക്കോസ് ഓഫ് ഗ്രാവിറ്റി പുള്ളിങ് ഇറ്റ്, ഗ്രാവിറ്റി അതിനെ പുള്ള് ചെയ്ത് കൊണ്ടിരുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഹാസ് സ്പെഷ്യൽ പവർ, അതിന് സ്പെഷ്യൽ പവർ ഉള്ളതുകൊണ്ട്. ഇതിൽ കറക്റ്റ് ഗ്രാവിറ്റി എന്നുള്ളതാണ്. നിങ്ങളത് വലിയ ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ക്യാൻ യു ഡു ടു ഫൈൻഡ് ഔട്ട് പ്ലാന്റ്സ് ഗ്രോ ബെറ്റർ വിത്ത് മോർ വാട്ടർ ഓർ ലെസ് വാട്ടർ? കുറച്ച് വെള്ളമുള്ളപ്പോഴാണോ നല്ലോണം വെള്ളമുള്ളപ്പോഴാണോ ചെടികൾ വളരുക എന്ന് എങ്ങനെയാണ് നോക്കുക? വാട്ടർ ഓൾ പ്ലാന്റ്സ് ഈക്വൽ, എല്ലാ ചെടിക്കും ഒരുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വാട്ടർ സം പ്ലാന്റ്സ് എ ലോട്ട് ആൻഡ് അതേഴ്സ് എ ലിറ്റിൽ, കുറച്ചെണ്ണത്തിന് നല്ലോണം ഒഴിക്കുക, കുറച്ചെണ്ണത്തിന് കുറച്ച് ഒഴിക്കുക. ദെൻ കമ്പയർ ദെയർ ഗ്രോത്ത്, അതിൻ്റെ വളർച്ച നിരീക്ഷിക്കുക. വാട്ടർ ഓൾ പ്ലാന്റ്സ് ദ സെയിം എമൗണ്ട് ബട്ട് വൺ ഡേ സ്കിപ്പ് വാട്ടറിങ്, എല്ലാ ചെടികൾക്കും ഒരേപോലെ വെള്ളമൊഴിക്കുക, ഒരു ദിവസം വെള്ളമൊഴിക്കാതിരിക്കുക. ജസ്റ്റ് ഗസ് വിച്ച് വിൽ ഗ്രോ ബെറ്റർ, ഗസ് ചെയ്ത് നോക്കുക. ഏതാ കറക്റ്റ്? വാട്ടർ സം പ്ലാന്റ്സ് എ ലോട്ട്, ചില ചെടികൾക്ക് നല്ലോണം വെള്ളമൊഴിക്കുക, ചിലതിന് കുറച്ച് ഒഴിക്കുക, എന്നിട്ട് അതിൻ്റെ വളർച്ച നിരീക്ഷിക്കുക. വാട്ട് ഹാപ്പൻസ് ടു ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ വെൻ യു പുട്ട് ഐസ് ക്യൂബ്സ് ഇൻ ഇറ്റ്? നിങ്ങൾ വെള്ളത്തിൽ ഐസ് ക്യൂബ്സ് ഇട്ടാൽ എന്ത് സംഭവിക്കും? ദ വാട്ടർ ഗെറ്റ്സ് വാമർ, വാട്ടർ വാമർ ആവും. വാട്ടർ സ്റ്റേസ് അറ്റ് ദ സെയിം, അതുപോലെ തന്നെ നിൽക്കും. വാട്ടർ ഗെറ്റ്സ് കോൾഡർ, അത് തണുപ്പാവും. വാട്ടർ ടേൺസ് ഇൻ ടു സ്റ്റീം, സ്റ്റീമായി മാറും. ഏതാ കറക്റ്റ്? അതാ വാട്ടർ ഗെറ്റ്സ് കോൾഡർ, വെള്ളം തണുപ്പാവും അല്ലേ? നെക്സ്റ്റ്, ഹൗ ക്യാൻ യു സീ വാട്ട് ഹാപ്പൻസ് വെൻ യു മിക്സ് ഡിഫറെൻറ്റ് ലിക്വിഡ്സ് ലൈക്ക് വാട്ടർ ആൻഡ് ഓയിൽ? വെള്ളവും ഓയിലൊക്കെ മിക്സ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കുക? ഷെയ്ക്ക് ദം ടുഗെദർ ആൻഡ് വാച്ച് വാട്ട് ഹാപ്പൻസ്, അത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കുക. ലീവ് ദം ഇൻ സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സ്, രണ്ട് കണ്ടെയ്നേഴ്സിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നത് നോക്കുക. പുട്ട് ദം ഇൻ എ ഡാർക്ക് റൂം, അതൊരു ഡാർക്ക് റൂമിൽ വെക്കുക. ആസ്ക് സമൺ ടു ടെൽ യു, ആരോടെങ്കിലും പോയി ചോദിക്കുക. അപ്പോൾ ഏതാ നല്ലത്? നമുക്കത് പഠിക്കാൻ ഏതാ നല്ല വഴി? ഷേക്ക് ദം ടുഗെദർ ആൻഡ് വാച്ച് വാട്ട് ഹാപ്പൻസ്, രണ്ട് വെള്ളവും ഓയിലും കൂടെ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നത് നോക്കുക. വൈ ഈസ് ഇറ്റ് യൂസ്ഫുൾ ടു ലേൺ അബൌട്ട് ഹൗ തിങ്സ് വർക്ക്? ഓരോ കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു അറിയാൻ പഠിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? ഇറ്റ് ഹെൽപ്സ് us അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രെഡിക്റ്റ് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. അത് നമ്മളെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ഓരോ സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പ്രവചിക്കാനും നമ്മളെ സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് us ടു ഈറ്റ് മോർ ഫുഡ്, നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കാൻ സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് യു ബിക്കം ബെറ്റർ ആർട്ടിസ്റ്റ്, നിങ്ങൾ നല്ലൊരു ആർട്ടിസ്റ്റ് ആവാൻ സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് യു മേക്ക് മോർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടാൻ വേണ്ടി സഹായിക്കും. ഏതാ കറക്റ്റ്? ഇറ്റ് ഹെൽപ്സ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രെഡിക്റ്റ് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. വാട്ട് ഹാപ്പൻസ് ഇഫ് യു ലീവ് എ പീസ് ഓഫ് ബ്രെഡ് ഔട്ട്സൈഡ് ഇൻ ദ റെയിൻ? മഴയത്ത് ഒരു ചെറിയ പീസ് ബ്രെഡ് കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ സ്റ്റേ ഡ്രൈ, അത് ഡ്രൈ ആയി നിൽക്കും, ഉണങ്ങി നിൽക്കും. ഇറ്റ് വിൽ ടേൺ ഇൻ ടു ടോയ്, അതൊരു ടോയ് ആവും. ഇറ്റ് വിൽ ബിക്കം സോഗി ആൻഡ് വെറ്റ്, അത് നനഞ്ഞ് കുതിർന്ന് നിൽക്കും. ഇറ്റ് വിൽ ടേൺ ഇൻ ടു ന്യൂ ബ്രെഡ്, അത് പുതിയ ബ്രെഡ് ആവും. ഏതാ ശരി? ഇറ്റ് വിൽ ബിക്കം സോഗി ആൻഡ് വെറ്റ്. ഇഫ് യു പുട്ട് എ ടോയ് കാർ ഓൺ എ റാമ്പ് വാട്ട് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ? നിങ്ങളൊരു ടോയ് കാർ ഒരു റാമ്പിൽ കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും? ദ കാർ വിൽ ഫ്ലോട്ട്, കാർ ഒഴുകിപ്പോവും. കാർ വിൽ മൂവ് ഡൗൺ ദ റാമ്പ്, റാമ്പിലേക്ക് കൂടെ കാർ അങ്ങ് പോവും. ദ കാർ വിൽ ടേൺ ഇൻ ടു ബോട്ടായി മാറും. ദ കാർ വിൽ സ്റ്റേ അറ്റ് ദ ടോപ്പ് ഓഫ് ദ റാമ്പ്. റാമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയും ഈ വീൽ ചെയറൊക്കെ കൊണ്ടുപോകുന്ന ഒരു തരം വഴിയുണ്ടല്ലോ, നമ്മൾ സ്റ്റെപ്പല്ലാത്ത സ്ലൈഡിങ് പോലത്തെ. അപ്പോൾ അവിടെ വെച്ച് എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ മൂവ് ഡൗൺ ദ റാമ്പ് അല്ലേ, താഴോട്ടേക്ക് പിന്നെ മൂവ് ഡൗൺ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.